എത്രയും ബഹുമാനപ്പെട്ട വന്ധ്യപിതാവേ, അങ്ങയുടെ സ്ലീഹായ്ക്കടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. കുറച്ചു ദിവസങ്ങളായിട്ട് അങ്ങയുടെ സുഖവിവരം ഒന്നും അറിയുവാൻ സാധിക്കാത്തതുകൊണ്ടും മറ്റും എഴുതുന്നു. ഇപ്പോൾ വിശേഷാൽ വല്ല സുഖക്കേടുകളുണ്ടോ? എങ്ങനെയാണെന്ന് അറിയുവാൻ അത്യധികം ആഗ്രഹിക്കുന്നു. വന്ധ്യപിതാവേ, എനിക്ക് ഈ പരിശുദ്ധമായ ധ്യാന ദിവസങ്ങളിൽ 3-4 പ്രാവശ്യം അറയ്ക്കപ്പെട്ട അശുദ്ധ വിചാരങ്ങൾ വന്നുവെങ്കിലും പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ അത് വേഗം അവസാനിച്ചു. ചിലപ്പോൾ ക്ഷീണവും തളർച്ചയും മടിയും തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ, എവുപ്രാസ്യ, ഇത് നിന്റെ ഒടുക്കത്തെ ധ്യാനമാകുന്നു. വേഗം എഴുന്നേറ്റ് തീഷ്ണതയോടെ ചെയ്യുക. ഇനി ഈ അനുഗ്രഹത്തിൻ്റെയും യോഗ്യതകളുടെയും കാലം കിട്ടുമോ എന്നറിഞ്ഞുകൂടാ. എന്തേ നീ ലോകത്തെ ഉപേക്ഷിച്ച് ഇവിടെ വന്നു? പുണ്യം ചെയ്യുവാനോ? ഹേ, സുഖം അന്വേഷിച്ചിട്ടോ? എന്തേ വന്നു എന്ന് പറയുക എന്ന് ചോദിച്ച് ചാടി എഴുന്നേറ്റ് ക്രൂശിത രൂപത്തിൽ പിടിച്ച് മുത്തിക്കൊണ്ട് ആലസ്യത്തെയൊക്കെയും ദൈവസഹായത്താൽ ജയിച്ചു. അല്പസുഖക്കേടുകൾ ഉള്ളതുകൊണ്ട് ഈ ധ്യാനത്തിൽ വെച്ച് കുറേയധികം യുദ്ധം എന്നോട് തന്നെ ചെയ്യേണ്ടി വന്നു. ദിവ്യരക്ഷിതാവ് എന്നെ വളരെ സഹായിച്ചു. 1 വർഷത്തേക്ക് പ്രത്യേക വിധം കീഴ്വഴക്കം, എളിമ എന്നീ പുണ്യങ്ങൾ ദൈവസഹായത്താൽ ശ്രദ്ധാപൂർവം നിറവേറ്റുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്തു. ഇനിയെല്ലാം പിതാവ് തന്നെ നിശ്ചയിച്ച് പറഞ്ഞു തരണമേ. ആരംഭിച്ചിരിക്കുന്ന ഈ ജീവിതത്തിൽ അവസാനം വരെ നിലനിൽക്കുന്നതിനു വേണ്ടിയും ഒരു പുതിയ ജീവിതം നയിക്കുന്നതിനു വേണ്ടിയും നല്ല തീഷ്ണതയും പുണ്യവുമുള്ള അങ്ങയുടെ നല്ല മക്കളെ മന്ദതയിലകപ്പെട്ട ഈ അയോഗ്യ പാപി കണ്ടുപിടിച്ച് ജീവിക്കുന്നതിനു വേണ്ടിയും സ്നേഹപിതാവ് അങ്ങയുടെ തീഷ്ണതയുള്ള ദിവ്യപൂജയിൽ പരിശുദ്ധ അമ്മ വഴിയായി ഈശോയുടെ തിരുഹൃദയത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവിൻ്റെ അപേക്ഷ വഴി ആകാശമോക്ഷത്തിൻ്റെ ഒരു മൂലയെങ്കിലും ഈ മകൾക്ക് മേടിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ യാതൊരു പുണ്യവുമില്ലാത്ത ഒരു മഹാപാപിയാകുന്നു. നിശ്ചയമായും അവിടുന്ന് എന്നെ വളരെയേറെ സ്നേഹിക്കുന്നു. ഞാൻ നന്ദിയില്ലാത്ത ഒരു പാപി എന്ന ഓർമ്മയാൽ എൻ്റെ ഹൃദയം അത്യധികം ദുഃഖിക്കുന്നു. ഈ പരിശുദ്ധമായ ധ്യാന ദിവസങ്ങളിൽ പ്രത്യേക വിധം ദിനം പ്രതി പല പ്രാവശ്യം പിതാവിന് വേണ്ടിയും മറ്റും എൻ്റെ അയോഗ്യ നമസ്കാരങ്ങളിൽ അപേക്ഷിച്ചിട്ടുണ്ട്. എന്നെ മറക്കല്ലേ പിതാവേ. എൻ്റെ ഹൃദയം മുഴുവനും സ്നേഹപിതാവിന് തുറന്നു തന്നിരിക്കുന്നു. പരമാർത്ഥമായി എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നുണ്ട്. ഹൃദയം തുറന്ന് പിതാവിനോട് പെരുമാറിയതുപോലെയും പിതാവിനെ സ്നേഹിച്ചതുപോലെയും ഇതുവരെയും ആരോടും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങയുടെ സ്വാതന്ത്ര്യം പോലെ എൻ്റെ തെറ്റുകളെല്ലാം പറഞ്ഞു തന്ന് തിരുത്തണമെന്ന് മകൾക്കടുത്ത സ്നേഹവാത്സല്യത്തോടെ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഞാൻ അറിയിച്ചതും എഴുതുന്നതുമായ എല്ലാ കാര്യങ്ങളിലും വളരെ രഹസ്യം പാലിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഇനി എന്ന് എൻ്റെ സ്നേഹ അപ്പനെ കാണാൻ കഴിയും? ആശയടക്കം വേണം അല്ലേ പിതാവേ? ഞാൻ എൻ്റെ ആഗ്രഹം അടക്കുന്നു. ഇവിടെ അല്ലേ ഇതിന് കഴിയുകയുള്ളൂ? സന്തോഷം പിതാവേ. ഞാൻ നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൽ കുർബാന കൈക്കൊണ്ട് ഉപകാരസ്മരണ ചെയ്യുന്ന സമയം വെള്ള ഉടുപ്പിട്ട ഒരാൾ എൻ്റെ അടുക്കൽ വന്നു. എവുപ്രാസ്യ, ഇതാ നോക്കുക, നമ്മുടെ രക്ഷിതാവ് വരുന്നു എന്ന് പറഞ്ഞു. ആ സമയം വിവരിക്കാനാവാത്ത വിധം പ്രകാശമുള്ളതും വളരെ ഭംഗിയുള്ളതുമായ ഒരു സ്ഥലം ഞാൻ കണ്ടു. അതിൽ പല പദവികൾ പോലെ നിരനിരയായി ഭാവാന്മാർ, ദീർഘദർശികൾ മുതലായ അനേകം മോക്ഷവാസികളും മാലാഖമാരും നിന്നിരുന്നു. ആ സമയം പെട്ടെന്ന് ഒരു മാലാഖ വന്ന് കാഹളമോതി. ആ നിമിഷം വിവരിക്കാനാവാത്ത പ്രഭയോടും സൗന്ദര്യത്തോടും കൂടി 5 തിരുമുറിവുകളിൽ നിന്ന് ശക്തിയായ പ്രകാശ കതിരുകൾ വീശിക്കൊണ്ട് മാലാഖമാരുടെ അനേകം പാട്ടുവാദ്യങ്ങളുടെ അകമ്പടിയോടെ നമ്മുടെ രക്ഷിതാവ് ഈ സെഹിയോൻ ഊട്ടുശാലയിൽ എല്ലാവരുടെയും നടുവിൽ എഴുന്നള്ളി വന്നു.
നമ്മുടെ രക്ഷിതാവ് അവിടെ കടന്നു ചെന്ന് പരിശുദ്ധ അമ്മയോടും സ്ലീഹന്മാരോടും എന്തോ ചില കാര്യങ്ങൾ പറഞ്ഞു. അതെനിക്ക് മനസ്സിലായില്ല. അവിടെ നിന്ന് മഹാസന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ വലതുവശത്ത് പരിശുദ്ധ അമ്മയും ഇടതുവശത്ത് വിശുദ്ധ ഔസേപിതാവുമായി മറ്റെല്ലാവരോടുമൊപ്പം നിരനിരയായി മുമ്പ് പറഞ്ഞ പോലെ എഴുന്നള്ളി. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ രക്ഷിതാവ് ആകാശത്തേക്ക് കണ്ണു തിരിച്ച് കൈകൂപ്പി നമസ്കരിച്ചു. ആ ക്ഷണം ആകാശത്തിൽ വളരെ പ്രകാശമുണ്ടാകുകയും അതോടെ തന്നെത്താൻ മേഘങ്ങൾ നീങ്ങുകയും ആകാശത്തു നിന്ന് എണ്ണമില്ലാത്ത മാലാഖമാർ പലതരം ഗീതവാദ്യങ്ങളോടെ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പാടി നിരനിരയായി ഇറങ്ങി വരികയും അവിടുന്ന് ആകാശത്തിലേക്ക് കയറുകയും ചെയ്തു. ഇതിനിടയിൽ ഈ പാപിയായ എൻ്റെ നേരെ തൃക്കണ്ണു തിരിച്ച്, മകളെ, നീ എൻ്റെ പിതാവിനെ കാണുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ രൂപങ്ങളിൽ കാണുന്നത് പോലെ അല്പം കണ്ടു. പ്രഭയാലും പ്രകാശകതിരുകളാലും നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. അവിടുന്ന് അടുത്തു വരുംതോറും 5 തിരുമുറിവുകളിൽ നിന്ന് പ്രത്യേക വിധത്തിൽ പ്രകാശകതിരുകൾ വീശുകയും ചെയ്തിരുന്നു. മുഴുവനും വലിയൊരു തീജ്വാല പോലെ എന്ന് ഞാൻ പറയട്ടെ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ മൂവരും ഒന്നായി അവിടെ ഇരുന്നു. മോക്ഷവാസികൾ അവിടത്തേക്കുള്ള അനേക വന്ദനങ്ങൾ ചെയ്യുന്ന സമയം പരിശുദ്ധ അമ്മയെ സ്തുതിക്കാൻ അരുളി ചെയ്തു. മോക്ഷവാസികൾ എല്ലാവരും വലിയ ആനന്ദത്തോടെ പരിശുദ്ധ അമ്മയെ സ്തുതിച്ചു തുടങ്ങി. അപ്പോൾ സ്നേഹരക്ഷിതാവ് ഈ ഹീന പുഴുവിൻ്റെ നേരെ കണ്ണു തിരിച്ചു. മകളെ, നീ സന്തോഷമായിരിക്കുക, അല്പം കൂടെ ക്ഷമിക്കുക എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും കണ്ടില്ല. പിതാവേ, ഈ സമയത്തും കൂടെ അമ്മയെ ഞാൻ നല്ലവണ്ണം കണ്ടിട്ടില്ല, നിഴൽ മാത്രം. എൻ്റെ അമ്മ എന്ന് രക്ഷിതാവ് ഒരിക്കൽ എന്നോട് പറഞ്ഞു. മകളെ, അമ്മ നിന്നോട് ചെയ്തിരിക്കുന്ന വാഗ്ദാനത്തിന് ഒരിക്കലും എതിരായി ചെയ്യുകയില്ല. പിന്നെ ഒരിക്കൽ സ്നേഹപിതാവ് അനുവദിച്ചിരുന്നത് പോലെ 1-ാം വെള്ളിയാഴ്ച ഒരു നേരം എടുത്തു. രാത്രി വന്നപ്പോൾ എല്ലാം തീർന്നുപോയി. ഒന്നും മിണ്ടാതെ തിരിച്ചുപോയി. പിറ്റേ ദിവസം ശനിയാഴ്ചയായതുകൊണ്ട് ഒരു നേരമായിരുന്നു. ക്രമം പോലെ എല്ലാം കഴിഞ്ഞ് കാലത്ത് ഉല്ലാസത്തിന് ഞങ്ങൾ കുറേശ്ശെ സന്തോഷവേലകൾ ചെയ്തിരുന്നു. അല്പം വെയിലുമുണ്ട്. 10 മണി കഴിഞ്ഞപ്പോൾ എന്തോ എനിക്ക് തല ചുറ്റും ക്ഷീണവും വന്നു. അനുവാദത്തോടെ മുറിയിൽ വന്ന് കിടന്നു. അതോടെ ബോധം കെട്ടു. പിന്നെ ബോധം വന്നപ്പോൾ 2 മണിയായി. ഭക്ഷണത്തിന് ചെന്നപ്പോൾ തികയാത്തതുകൊണ്ട് വീണ്ടും വയ്ക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ദാരിദ്ര്യമെടുക്കുവാൻ ഇപ്പോൾ നല്ല അവസരമാണ് എന്ന് വിചാരിച്ചും ഇന്ന് ഈ ഭാഗ്യം കിട്ടിയല്ലോ എന്നോർത്തും സ്നേഹപ്രകരണം ചെയ്ത് മുറിയിൽ പോയി കിടന്നു. അപ്പോൾ നല്ല ഭംഗിയുള്ള വെള്ള ഉടുപ്പിട്ട ഒരാൾ വന്ന് കുറച്ച് വെള്ളവും ഒരു മന്തപ്പവും മേശയിൽ വെച്ചു. മതി കിടന്നത്, എഴുന്നേറ്റ് കഴിക്കുക, അമ്മ തന്നയച്ചതാകുന്നു എന്ന് പറഞ്ഞു. പകുതി ഞാൻ തിന്നു. പകുതി രോഗിണിയായ ബഹുമാന സഹോദരി അഗാസയ്ക്ക് കൊടുത്തു. ഏപ്രിൽ 8-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പതിവ് പോലെ അവിടുത്തെ തിരുമരണം ധ്യാനിച്ചിരിക്കുമ്പോൾ അവിടുന്ന് 5 തിരുമുറിവുകളോടെ കാണപ്പെട്ടു. മകളെ, എൻ്റെ ഹൃദയം പാപികൾ വഴി വളരെ സഹിക്കുന്നു. എൻ്റെ ഹൃദയത്തിന് ആശ്വാസം വരുത്തുവാൻ നീ നോക്കണം. പാപികൾക്ക് വേണ്ടി നല്ലവണ്ണം അപേക്ഷിക്കുക. അവർ മൂലം എൻ്റെ പിതാവിനുണ്ടാകുന്ന സങ്കടത്തിന് പരിഹാരമായി എന്നെയും എൻ്റെ രക്തത്തെയും ബലിയായി നിത്യപിതാവിനെ കാഴ്ചവെക്കുക. ഞാൻ സദാ സഹിക്കുന്ന പീഡകളെ ഓർത്ത് എൻ്റെ ഹൃദയത്തിന് നീ ആശ്വാസം വരുത്തണമെന്ന് പറഞ്ഞ് അല്പം ഉയർന്നു. പിന്നെ ഞാൻ കണ്ടില്ല. ഈ മാസം 21-ന് അവിടുത്തെ പീഡകളെ ഓർത്ത് ഞാൻ ദുഃഖിച്ചു. രാത്രി ഉറക്കവും വന്നില്ല. അന്ന് രാത്രി 10 മണിയായപ്പോൾ കുറച്ച് ക്ഷീണവും ഉറക്കവും ഉണ്ടായതിനാൽ കിടന്നു. 11 മണിക്ക് സ്നേഹരക്ഷിതാവ് വലിയ സങ്കടത്തോടെ സർവാംഗ മുറിവുകൾ നിറഞ്ഞ് രക്തമൊഴുക്കിക്കൊണ്ട് എൻ്റെ അടുക്കൽ വന്നു.
എവുപ്രാസ്യ, മകളെ, ഈ സമയത്ത് എൻ്റെ ഹൃദയം സഹിക്കരുതാത്ത വ്യാകുലം അനുഭവിക്കുന്നു. പാപികൾ എന്നെ വളരെ പീഡിപ്പിക്കുന്നുവെന്ന് നീ കാണുന്നില്ലേ? എൻ്റെ സ്നേഹരക്ഷിതാവേ, ഞാൻ എന്തു ചെയ്യേണ്ടു എന്ന് മാത്രം ഞാൻ ചോദിച്ചു. മറ്റൊന്നും എനിക്ക് സാധിച്ചില്ല. അവിടുന്ന് അത്ര വിലപിക്കത്തക്ക സ്ഥിതിയിലായിരുന്നു. വീണ്ടും അവിടുന്ന് പറഞ്ഞു, മകളെ, ഞാൻ വളരെ സ്നേഹിച്ച നന്ദികെട്ട ഈ മനുഷ്യവർഗം ഇപ്പോഴും സദാ എന്നെ പീഡിപ്പിക്കുന്നു. പൂങ്കാവനത്തിൽ വെച്ച് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട നിന്റെ മണവാളനും രക്ഷിതാവും ഞാനാകുന്നു. മകളെ, നീയെങ്കിലും എൻ്റെ സ്നേഹ അമ്മയോട് ചേർന്ന് എന്നെയും എൻ്റെ രക്തത്തെയും പരിഹാരബലിയായി എൻ്റെ പിതാവിന് കാഴ്ചവെച്ച് അപേക്ഷിക്കണം. ഞാൻ അവർക്ക് കൊടുത്ത അധികാരത്താൽ അവർ ഭയം കൂടാതെ എന്നെ വിളിക്കുന്നു. ഞാൻ അവരുടെ അറക്കപ്പെട്ട കൈകളിൽ സഹിക്കരുതാത്ത വ്യാകുലത്താൽ എന്നെ തന്നെ പൂജിക്കാൻ നോക്കുന്നു. വളരെ പരിഭ്രമത്തോടെ വേദന നിറഞ്ഞ സ്വരത്തിൽ എൻ്റെ ഹൃദയം സഹിക്കരുതാത്ത വ്യാകുലം അനുഭവിക്കുന്നു എന്ന തിരുവാക്ക് അരുളി ചെയ്ത നിമിഷം സർവാംഗം പുതിയ രക്തം പുറപ്പെട്ട് വാക്കാൽ വിവരിക്കാനാവാത്ത വ്യാകുല സ്ഥിതിയിലായിത്തീർന്നു. നമ്മുടെ ദിവ്യരക്ഷിതാവിൻ്റെ അപ്പോഴത്തെ വിലാപസ്ഥിതി കണ്ട് സഹിക്കാൻ സാധിക്കാതെ അല്പപുഴുവായ ഞാൻ ബോധം കെട്ട് വീണുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ സ്നേഹരക്ഷിതാവ് തന്നെ വലിയ അനുഗ്രഹത്തോടെ, മകളെ, നീ ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞ ക്ഷണം എൻ്റെ ഹൃദയത്തിന് അല്പം ബലവും ശക്തിയും കിട്ടി. എൻ്റെ വ്യാകുലങ്ങളെയും ഞാൻ സദാ സഹിക്കുന്ന പീഡകളെയും നീ ചിലപ്പോഴെങ്കിലും കണ്ട് സഹിക്കുന്നത് എനിക്ക് ഇഷ്ടമാകുന്നു. ആയതിനാൽ എൻ്റെ പീഡകളെ ഉറ്റു ധ്യാനിച്ച് നീ എനിക്ക് ആശ്വാസം വരുത്തണം. വൈദികർക്ക് വേണ്ടിയും പാപികൾക്ക് വേണ്ടിയും നല്ലവണ്ണം അപേക്ഷിക്കണം. ഞാൻ ഇപ്പോൾ അവരുടെ കൈകളിൽ എഴുന്നള്ളിയ സമയമാകുന്നു. എല്ലാവരും ഇതിൻവണ്ണം എന്നോട് ചെയ്യുന്നില്ല, ചിലർ മാത്രം. പിതാവേ, ഇത് രാത്രി 11:30 മണി സമയത്താകുന്നു ഉണ്ടായത്. ഇപ്രകാരം അടുപ്പിച്ച് 7 ദിവസം സ്നേഹരക്ഷിതാവ് ഇല്ലായ്മയായ ഈ പാപിയുടെ പക്കൽ വലിയ സങ്കടത്തോടെ രാത്രി 11:30 മണിക്ക് വന്നിരുന്നു. പോകുമ്പോൾ പാതിര കഴിഞ്ഞ് 1 മണി. അവിടുന്ന് പോയ ക്ഷണം വെള്ളവസ്ത്രം ധരിച്ച 4 മാലാഖമാർ വന്നു. വലിയ സങ്കടത്തോടെ ഇതിൻവണ്ണം പറഞ്ഞു, ഞങ്ങളുടെ സഹോദരി, ഞങ്ങളോടുകൂടെ നമ്മുടെ അനുഗ്രഹമുള്ള ദൈവത്തോട് ഈ വൈദികരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ അവരെ ഞാൻ കണ്ടില്ല. പിതാവേ, ഞാൻ ചെയ്യുന്ന സകല പ്രവൃത്തികളോടും കൂടെ പ്രത്യേകമായതും ചെയ്ത് കാഴ്ചവെച്ചിരുന്നു. ഈ കാര്യം സാധിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ച് തീക്ഷ്ണമായി അപേക്ഷിച്ചു. 8-ാം ദിവസം കാലത്ത് ഞാൻ കുർബാന കൈക്കൊണ്ട് ആ വൈദികരുടെ മാനസാന്തരത്തിനും പരിഹാരത്തിനും വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് വളരെ സന്തോഷമുള്ള രൂപത്തിൽ മാലാഖമാരോടൊപ്പം 5 തിരുമുറിവുകളോടെ ദിവ്യരക്ഷിതാവ് വന്നു. എവുപ്രാസ്യ, നീ സന്തോഷമായിരിക്കുക, നിന്റെ അപേക്ഷ സാധിച്ചു. അവർ മാനസാന്തരപ്പെട്ട് നല്ല വഴിക്ക് തിരിഞ്ഞു. ഞാൻ അവരെ വലിയ സന്തോഷത്തോടെ കൈക്കൊള്ളുകയും ചെയ്തു. ഞാൻ മുൻപ് നിന്നോട് അറിയിച്ചിരുന്നത് പോലെ കുർബാന എന്ന ദിവ്യകൂദാശ വഴിയും കുർബാന സ്വീകരണം വഴിയും എന്നെയും എൻ്റെ രക്തത്തെയും നന്ദികെട്ട മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനും മാനസാന്തരത്തിനും വേണ്ടി എൻ്റെ ദിവ്യപിതാവിനെ കാഴ്ചവെച്ച് അപേക്ഷിക്കുന്നത് പോലെ മറ്റൊന്നുകൊണ്ടും എൻ്റെ ഹൃദയത്തിന് ആശ്വാസം വരുത്തുവാൻ സാധിക്കുകയില്ല എന്ന് നീ നല്ലവണ്ണം അറിഞ്ഞിരിക്കണം. ദിനം പ്രതി ദിവ്യകാരുണ്യം ഉൾക്കൊള്ളുവാൻ നിനക്കിതുവരെ നിന്റെ ആത്മപിതാവ് ഇടവരുത്തിയിട്ടില്ല അല്ലേ? ഇതുവഴിയായി എൻ്റെ ഹൃദയത്തിന് ആശ്വാസം വരുത്തുവാൻ സാധിക്കുമെന്ന് മുമ്പൊരിക്കൽ നിന്റെ പിതാവിനെ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നീ ഓർക്കുന്നില്ലേ? രക്ഷിതാവായ ഞാൻ സങ്കടത്തോടെ അരുളി ചെയ്ത ഈ കാര്യം വിശദമായി ആത്മപിതാവിനെ നീ ബോധിപ്പിക്കണം എന്ന് കൽപ്പിച്ചു. കൂടാതെ എൻ്റെ ദിവ്യഹൃദയത്തിന് ആശ്വാസം വരുത്തേണ്ട പോംവഴികൾ എല്ലാം നോക്കണമെന്നും അതിനുവേണ്ടി മരണം വരെ വളരെ പ്രയത്നിക്കണമെന്നും എൻ്റെ കാര്യം വിചാരിക്കുന്നവർക്ക്
നിത്യായുസ്സിൽ ഇരട്ടി സമ്മാനം ഞാൻ നൽകുമെന്നും കൽപ്പിച്ചതായി നീ അറിയിക്കണം. അതിനുശേഷം അവിടുന്ന്, മകളെ, ദിനംപ്രതി ദിവ്യകാരുണ്യം ഉൾക്കൊള്ളുവാൻ ഇടവരുന്നതുവരെ കീഴ്വഴങ്ങി ക്ഷമിക്കുക. അതെനിക്ക് ഇഷ്ടമാകുന്നു. എൻ്റെ പീഡകളെ ഉറ്റു ധ്യാനിച്ച് അരൂപിയിൽ എന്നെ ഉൾക്കൊള്ളുക. നിത്യപിതാവിനെ കാഴ്ചവെച്ച് അപേക്ഷിക്കുക. ദിവ്യകാരുണ്യം ദിനം പ്രതി ഉൾക്കൊള്ളുവാൻ ഇടവരുമ്പോൾ നിന്റെ അധികാരികൾ വിലക്കിയിട്ടില്ലെങ്കിൽ മുടങ്ങാതെ കൈക്കൊള്ളണം. നിനക്കുള്ള സഹനങ്ങളും പുറമേ നിന്ന് കിട്ടുന്ന ഞെരുക്കങ്ങളും സങ്കടങ്ങളും നല്ലവണ്ണം എൻ്റെ സ്നേഹത്തെ പ്രതി സഹിച്ച് കുരിശിൽ ഞാൻ സഹിച്ചതും ഇപ്പോൾ സഹിക്കുന്നതുമായ പീഡകളെ ചേർത്ത് കാഴ്ചവെക്കണം. നീ എല്ലായ്പ്പോഴും വളരെ തീക്ഷ്ണതയും കീഴ്വഴക്കവും ഉള്ളവളായിരിക്കണം. നിനക്ക് ഒന്നുമില്ല, എല്ലാം എൻ്റേതാകുന്നു. ഞാൻ അപ്പോൾ, എൻ്റെ സ്നേഹരക്ഷിതാവേ, ഞാൻ ഇല്ലായ്മയാകുന്നു, എനിക്ക് ഒന്നുമില്ല, നിന്റെ അനുഗ്രഹം മാത്രമേ എനിക്കുള്ളൂ, നീ എന്നെ കൈവിടല്ലേ, എല്ലാറ്റിലും എന്നെ സഹായിക്കണേ എന്ന് അപേക്ഷിച്ചു. എൻ്റെ അനുഗ്രഹം നിനക്കുണ്ട്, നീ നല്ല ധൈര്യവും സന്തോഷവുമായിരിക്കണം എന്ന് പറഞ്ഞ് തൃക്കരം പൊക്കി. അതിനുശേഷം അല്പം ഉയരുന്നതും കണ്ടു, പിന്നെ കണ്ടില്ല. മെയ് 18 തുടങ്ങി പതിവ് പോലെ കുറേശ്ശെ വ്യാധിയുടെ സുഖക്കേടും ചോരഛർദിയും തുടങ്ങി. ഒരു ദിവസം രാത്രി 8 മണിക്ക് അതോടെ ബോധം പോയി. വേദനയും മറ്റും അല്പം കൂടുതലായിരുന്നു. ബോധം വീണപ്പോൾ 11 മണി കഴിഞ്ഞു. അല്പം വെള്ളത്തിനു വേണ്ടി കുറേ നേരം കട്ടിലിൽ തട്ടി. ചോര വായിലും മറ്റും ഇരുന്ന് ഉണങ്ങിപ്പോയതുകൊണ്ട് ആരെയും വിളിക്കാൻ സാധിക്കാതെയായി. ഒരാൾ മുറിയിൽ കിടക്കുന്നുണ്ടെങ്കിലും തട്ടിയിട്ട് അറിഞ്ഞില്ല. പലരും തട്ടുന്നത് കേട്ടെന്ന് പിന്നീട് പറഞ്ഞു. ആൾ മുറിയിലുണ്ടല്ലോ എന്ന് വിചാരിച്ച് ആരും വന്നില്ല. അതോടെ വീണ്ടും ബോധം പോയി. 2 മണിയായപ്പോൾ 2 പേർ വന്നു. ഒരാൾ, എവുപ്രാസ്യ, വേദനയ്ക്ക് ഒരാശ്വാസവുമില്ലേ? മകളെ, ഇതുവരെ വെള്ളം കിട്ടിയില്ലേ? എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി. അപ്പോൾ എനിക്ക് അല്പം ആശ്വാസമായി. മറ്റേയാൾ കുറച്ച് വെള്ളം കൊണ്ടുവന്നു. എൻ്റെ ഗുരുത്തിയമ്മേ, എന്നെ മനസ്സിലായോ എന്ന് വളരെ സ്നേഹത്തോട് ചോദിച്ചു. മനസ്സിലായെന്ന് ഞാൻ പറഞ്ഞു. എന്നാണ് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടത് എന്ന് ചോദിച്ചു. മെയ് 1 ശനിയാഴ്ച സ്വർഗത്തിൽ പോയി. ഇത് മരിച്ചുപോയ ബഹുമാന സഹോദരി അഗസ്യയായിരുന്നു. മറ്റേത് വിശുദ്ധ അമ്മത്രേസ്യയായിരുന്നു. വിശുദ്ധ അമ്മത്രേസ്യ ഭാഗ്യപ്പെട്ടവളായ അഗാസ്യയെ കാണിച്ച് എനിക്കും അഗസ്യയ്ക്കും സഹിക്കുന്നതിനും യോഗ്യത സമ്പാദിക്കുന്നതിനുള്ള കാലം കഴിഞ്ഞുപോയി. മകളെ, അതിനാൽ ഈ കഷ്ടപ്പാടുകളെല്ലാം നല്ലവണ്ണം സഹിക്കുക. ഇവിടെ മാത്രമേ യോഗ്യത സമ്പാദിക്കാൻ കഴിയുകയുള്ളൂ. മകളെ, നമ്മുടെ സഭയിൽ ഉപവിയുടെ പോരായ്മ വളരെയുണ്ട്. അതിനാൽ വളരെ നാശങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. എന്താകുന്നു അമ്മേ എന്നും മറ്റും ഞാൻ ചോദിച്ചു. കാനോന നമസ്കാരം ദൈവത്തിന് വളരെ ഇഷ്ടമുള്ളതും പരിശുദ്ധ അമ്മയുടെ സ്തുതിപ്പുമാകുമ്പോൾ എന്തേ നിങ്ങൾ ഇത്ര മന്ദതയോടും പല വിചാരത്തോടും കൂടി പ്രാർത്ഥിക്കുന്നു? ചിലർ കാര്യമാക്കാതെ ഉപേക്ഷിച്ച് കളയുന്നു. എന്തേ തഴക്കമായി ഇത് ചെയ്യുന്നു? ഇത് എനിക്ക് വളരെ സങ്കടമാകുന്നു. മകളെ, സഭയുടെ അല്പമായ കാര്യങ്ങൾ കൂടെ വളരെ വിശ്വസ്തയോടും സൂക്ഷ്മമായിട്ടും പാലിക്കണം. വന്നിരിക്കുന്ന ഈ വീഴ്ചകൾ തീർക്കുന്നതിന് നീ ശ്രമിക്കണം. പ്രത്യേകം നമ്മുടെ സഭയ്ക്ക് വേണ്ടി നീ അപേക്ഷിക്കണം. വ്യസനിക്കേണ്ട എന്ന് പറഞ്ഞു. നീ എല്ലാവർക്കും പുണ്യത്തിന് മാതൃകയാകണം. പിതാവേ, ഇത് പറഞ്ഞ നേരത്ത് ഈ അമ്മ രൂപാന്തരപ്പെട്ട് വലിയ അധികാരമുള്ള ഒരാളെ പോലെ കാണപ്പെട്ടു. ഇത് അറിയിക്കാൻ വേണ്ടി ഞാൻ വന്നതാകുന്നു. നീ സന്തോഷമായിരിക്കുക. പാവപ്പെട്ട മക്കളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ തെറ്റുകൾ തിരുത്തി തരണമേ എന്നും മറ്റും ഞാൻ അപേക്ഷിച്ചു. അപ്പോൾ അമ്മ ചിരിച്ചുകൊണ്ട് എൻ്റെ കവിളത്ത് ഒന്നടിച്ചു. ഞാൻ പോകുന്നു മകളെ. പിന്നെ കണ്ടില്ല. ജൂൺ 1 ഞാൻ കുർബാന കൈക്കൊണ്ട ക്ഷണം ദിവ്യരക്ഷിതാവ് വന്ന്, മകളെ, നീ ആശ്വാസത്തിനല്ല സഹനങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞു.
ഒരിക്കലുമില്ലാത്ത സ്നേഹവാത്സല്യത്തോടെ അന്ന് പല പ്രാവശ്യം എൻ്റെ അടുക്കൽ വന്നു. അന്ന് ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് എൻ്റെ അസുഖത്താൽ ഞാൻ കിടക്കുകയായിരുന്നു. ഒരു നീല മേഘത്തിന്മേൽ അനേകം മാലാഖമാരുടെയും സ്വർഗവാസികളുടെയും നടുവിൽ 5 തിരുമുറിവുകളോടെ സ്നേഹരക്ഷിതാവ് എഴുന്നള്ളി വന്ന് നിലത്തു നിന്ന് ഏകദേശം 1 അടി പൊക്കത്തിൽ നിന്നു. അന്ന് പല പ്രാവശ്യം വന്നതുകൊണ്ട് എന്തോ ഒരു പ്രത്യേക കാര്യത്തിനാണെന്ന് എനിക്ക് തോന്നി. ഒന്നും മിണ്ടാതെ അല്പനേരം നിന്നു. അപ്പോൾ ഞാൻ ഈശോമിശിഹായുടെ നാമത്തിൽ നിങ്ങൾ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞില്ല. ഒരു പുഞ്ചിരിയോടെ നിന്നു. മടിക്കാതെ വീണ്ടും അതുപോലെ തന്നെ ചോദിച്ചു. അപ്പോൾ അവിടുന്ന് അടുത്തു വന്ന് സന്തോഷത്തോടെ പറഞ്ഞു, ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്റെ രക്ഷിതാവും ഈശോമിശിഹായും ആകുന്നു, സംശയിക്കേണ്ട. വീണ്ടും അവിടുന്ന് അവരോട് ഉത്തരം പറയാൻ അടയാളം കാണിച്ച ക്ഷണം എല്ലാവരും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ, മിശിഹായുടെ നാമത്തിൽ ഞങ്ങൾ എല്ലാവരും ദൈവശുശ്രൂഷികളും മോക്ഷവാസികളുമാകുന്നു എന്ന് പറഞ്ഞു. മകളെ, നിന്നോട് ഒരു കാര്യം ഞാൻ അറിയിക്കുന്നു. നീ നല്ല ധൈര്യവും സന്തോഷവുമായിരിക്കണം. എല്ലാറ്റിലും നീ ഒരുങ്ങിയിരിക്കണം. എൻ്റെ രക്ഷിതാവേ, നിന്റെ ഇഷ്ടം പോലെ എന്തെങ്കിലും നിന്റെ ദാസിയോട് ചെയ്യണമേ. എല്ലാറ്റിലും എന്നെ നീ സഹായിക്കണമേ എന്നും മറ്റും അപേക്ഷിച്ചു. മകളെ, 11 വയസ്സിൽ തുടങ്ങി 25 വയസ്സുവരെ ജ്ഞാനാശ്വാസം നിനക്ക് ഞാൻ തന്നു. ഇതിൽ 5 വർഷം പരീക്ഷയ്ക്കായിട്ട് നിന്നെ ഞാൻ മുഴുവനും വിട്ടുകൊടുത്തു. ഓർക്കുന്നുണ്ടോ? ശേഷമുള്ള കാലം ഇടയ്ക്ക് ജ്ഞാനാശ്വാസം ഞാൻ തന്നിരുന്നു. പല കാര്യങ്ങൾ എൻ്റെ പീഡകളെ സംബന്ധിച്ചും മറ്റും ഞാനും എൻ്റെ അമ്മയും നിന്നെ അറിയിച്ചിട്ടുണ്ട്. അത് നീ ഓർമ്മിക്കണം. എൻ്റെ പീഡകളിൽ നീ വളരെ അലിവുള്ളവളായിരിക്കണം. മകളെ, പാപികൾ എന്നെ അധികമായി പീഡിപ്പിക്കുമ്പോൾ നിന്റെ അടുക്കൽ ഞാൻ വരും. നിന്റെ ഹൃദയത്തിൽ ശക്തിയായി എൻ്റെ പീഡകളെ അറിയിക്കുകയും തോന്നിക്കുകയും ചെയ്യും. അപ്പോൾ നീ പ്രത്യേകവിധം എൻ്റെ കാര്യം ഓർക്കണം. എൻ്റെ ഹൃദയത്തിന് ഏതുവിധമെങ്കിലും ആശ്വാസം വരുത്തുവാൻ നോക്കണം. നീ എല്ലാറ്റിലും വളരെ എളിമയുള്ളവളും ഉപവിയുള്ളവളുമായിരിക്കണം. എല്ലാവർക്കും നല്ല മാതൃകയായിരിക്കണം. നീ സ്വീകരിച്ച ദൈവാനുഗ്രഹങ്ങൾക്ക് എപ്പോഴും നന്ദിയുള്ളവളായിരിക്കണം. പാപികൾക്ക് വേണ്ടിയും തിരുസഭയ്ക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും നല്ലവണ്ണം അപേക്ഷിക്കണം. നിന്നിൽ നിന്ന് ജ്ഞാനാശ്വാസമെല്ലാം ഇന്ന് എടുത്തിരിക്കുന്നു. മകളെ, ഇനി എന്നെയും ആരെയും കാണുകയില്ല. ദുഃഖങ്ങളും സങ്കടങ്ങളും വിപരീത അനുഭവങ്ങളും അനേകമുണ്ടാകും. ആരും ആശ്വസിപ്പിക്കാൻ ഉണ്ടാവുകയില്ല. അപ്പോൾ നീ നല്ല ധൈര്യമുള്ളവളായിരിക്കണം. ഞാൻ പോകുന്നു, എങ്കിലും നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഇനി ദർശനങ്ങളും ജ്ഞാനാശ്വാസവും നിന്റെ മരണസമയത്ത് മാത്രം മതിയെന്ന് ഞാൻ തിരുമനസ്സായിരിക്കുന്നു. അപ്പോൾ ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. ദുഃഖിക്കേണ്ട, സന്തോഷമായിരിക്കുക. ഞാൻ നിന്റെ അടുക്കലുണ്ടാകും, എന്നാൽ കാണുകയില്ല. ഇപ്രകാരം നീ കുറച്ച് സഹിക്കുന്നത് എനിക്കിഷ്ടമാകുന്നു. നീ വലിയ ആഗ്രഹത്തോടെ എന്നെ സ്നേഹിക്കണം. എൻ്റെ അമ്മയുടെ മേൽ വളരെ ഭക്തിയുള്ളവളായിരിക്കണം. നിന്റെ ആത്മപിതാവും എൻ്റെ മേൽ വളരെ വിശ്വാസമുള്ളവനാകണമെന്നും മരണം വരെ എൻ്റെ തിരുഹൃദയ ഭക്തി എല്ലായിടത്തും പ്രസിദ്ധപ്പെടുത്തുവാൻ ഉത്സാഹിക്കണമെന്നും ഞാൻ കൽപ്പിച്ചതായി നീ അറിയിക്കണം. മകളെ, ഞാൻ നിന്നിൽ നിന്ന് പിരിയുന്നു. എൻ്റെ ആശീർവാദം നിനക്കും നിന്റെ പിതാവിനും നൽകുന്നു എന്ന് പറഞ്ഞ് തൃക്കൈ ഉയർത്തി അനുഗ്രഹിച്ചു. അവസാനം വളരെ സ്നേഹഭാവത്തിൽ പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട്, സന്തോഷമായിരിക്കണം, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് സ്നേഹരക്ഷിതാവ് ഉയർന്നു. എല്ലാവരും പോയി. പിന്നെ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല. ഇത് ജൂൺ 1-ാം തീയതി. ആ ദിവസങ്ങളിൽ വളരെ ദുഃഖവും മറ്റും എനിക്ക് തോന്നിയിരുന്നു. അവിടുത്തെ ഓർമ്മ എൻ്റെ ബോധത്തിൽ ഒരിക്കലും വിടാതെ നിന്നിരുന്നു. ഓ, ഇനി എന്ന് എൻ്റെ പിതാവേ! ഇതെല്ലാം എഴുതി അറിയിക്കാൻ എനിക്ക് വളരെ മടി തോന്നി. കാരണം സ്നേഹപിതാവ് വല്ലവരോടും പറയുമെന്നോർത്തായിരുന്നു. എങ്കിലും ഇപ്പോൾ കീഴ്വഴക്കത്തെക്കുറിച്ച് എല്ലാം എഴുതിയിരിക്കുന്നു. ആരോടും പറയില്ലേ. വളരെ രഹസ്യം കാക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവേ, ആരെയും അറിയിക്കല്ലേ എന്ന് വീണ്ടും അപേക്ഷിക്കുന്നു. വായിച്ചു കഴിയുമ്പോൾ തന്നെ കീറിക്കളയണമേ. മറക്കല്ലേ പിതാവേ. സ്ത്രീകൾക്കടുത്ത എൻ്റെ ചില തോന്നലുകൾ എന്ന് കരുതിക്കൊണ്ട്
ആരെയും അറിയിക്കരുതെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. സ്നേഹപിതാവിൻ്റെ ദിവ്യപൂജയിലും തീഷ്ണതയുള്ള ജപധ്യാനങ്ങളിലും ഈ അയോഗ്യ മകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങയുടെ ഗുണദോഷ മറുപടിയും ആത്മപിതാവിനടുത്തതും സ്ലീഹാക്കടുത്തതുമായ ആശീർവാദവും താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഈ പാപിയെ മറക്കാതെ എഴുത്തു കിട്ടിയ വിവരത്തിന് ഏതുവിധമെങ്കിലും ഒരു മറുപടി അനുഗ്രഹമായി അയച്ചു തരണമേ. അല്ലെങ്കിൽ ഞാൻ വളരെ വ്യസനിക്കാൻ ഇടവരുമെന്ന് പറയണമെന്നില്ലല്ലോ എന്ന് അങ്ങയുടെ അയോഗ്യ ശുശ്രൂഷയും എളിയ മകളുമായ കർമ്മലീത്ത നിഷ്പാദക 3-ാം സഭ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എവുപ്രാസ്യ.